നമസ്കാരം. മഴക്കാലമാണ്. ശക്തമായ മഴയും കാറ്റും മിന്നലുമൊക്കെ ഉള്ളപ്പോൾ സുരക്ഷിതരായി വീടുകളിലായിരിക്കുക. ഒപ്പം തന്നെ പകർച്ചവ്യാധികളിൽ നിന്നും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മെനിഞ്ചോ ഇൻസെഫിലിറ്റീസ് അഥവാ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു എന്നും വീണ്ടും മരണം റിപ്പോർട്ട് ചെയ്തുവെന്നും നമ്മൾ അറിഞ്ഞതാണ്. കണ്ണൂർ തോട്ടടയിലെ രാകേഷ് ധന്യ ദമ്പതികളുടെ മകളാണ് മരണപ്പെട്ടത്. വെർ അമീബ വെർമിഫോമിസ് എന്ന അപൂർവ അമീബയുടെ സാന്നിധ്യമാണ് പരിശോധനയിൽ മരണകാരണമായി കണ്ടെത്തിയത്. നേരത്തെ അപൂർവങ്ങളിൽ അപൂർവമായിരുന്ന ഈ രോഗം ഇപ്പോൾ സാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്. രോഗാണുവിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വിദഗ്ധ പഠനം ആവശ്യമാണ്. ഇതിനു മുമ്പ് സംസ്ഥാനത്ത് 6 പേർക്കാണ് ഈ രോഗം സ്ഥിരീകരിച്ചത്. 2023 ആലപ്പുഴയിലും 2022 തൃശ്ശൂരിലും 2020 മലപ്പുറത്തും കോഴിക്കോടും 2019 വീണ്ടും മലപ്പുറത്തും 2016 ആലപ്പുഴയിലും രോഗം സ്ഥിരീകരിച്ചു. ഈ രോഗം പകരുന്നത് പൊതുവെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ്. നീർച്ചാലുകൾ അഥവാ ഒഴുകാത്ത വെള്ളം, സ്വിമ്മിംഗ് പൂളുകൾ അഥവാ നീന്തൽക്കുളം, അതുപോലെ ക്ലീൻ ചെയ്യാത്ത ക്ലോറിനേറ്റ് ചെയ്യാത്ത നീന്തൽക്കുളങ്ങളിലൊക്കെ ഈ അമീബയുടെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ഇറങ്ങി കുളിക്കുന്ന സമയത്ത് മൂക്കിലൂടെ ഈ അമീബ ചില ആളുകളിൽ നേരെ ബ്രെയിനിലേക്ക് എത്താനും സാധ്യതയുണ്ട്. അത് ബ്രെയിനിൻ്റെ ചുറ്റുവട്ടത്തും ഇൻഫെക്ഷന് കാരണമാകും. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ശക്തമായ പനി, തലവേദന, പെട്ടെന്നുണ്ടാകുന്ന ഛർദി, പിടലിവേദന എന്നിവയാണ്. ഈ ലക്ഷണങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഈ രോഗത്തിൻ്റെ പിടിയിലായി എന്നാണ്. അതിനോടൊപ്പം അപസ്മാരം, പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, ബോധക്ഷയം, ഓർമ്മക്കുറവ് ഇവയൊക്കെ ഇതിൻ്റെ പ്രധാന അപകട ലക്ഷണങ്ങളാണ്. ഇത് വരാതെ ഇരിക്കാൻ ആവശ്യമില്ലാതെ കെട്ടിക്കിടക്കുന്ന ജലത്തിലും നീർച്ചാലുകളിലും ശുചിയല്ലാത്ത നീന്തൽക്കുളങ്ങളിലും മറ്റു വെള്ളം ഒഴുകാതെ കെട്ടിക്കിടക്കുന്ന തടാകങ്ങളിലും ഇറങ്ങാതെ ഇരിക്കുക. പ്രത്യേകിച്ച് ഈ ജലം മൂക്കിൽ സ്പർശിക്കാൻ അനുവദിക്കാതിരിക്കുക. ഇവയിൽ നിന്ന് രക്ഷ നേടാൻ ഈ മാർഗങ്ങൾ നമ്മൾ സ്വയം സ്വീകരിക്കുകയും നമ്മൾ സുരക്ഷിതരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക.